ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും കൊച്ചും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുവാണ്. കൊച്ചുവിനിപ്പോൾ വെക്കേഷൻ തുടങ്ങിയല്ലോ. ആള് തന്നെ പുറകെ കാണാമോ ബാക്ക്ഗ്രൗണ്ടിൽ? വരൂ മകനെ. അപ്പം മാക്സിമം അവനെ വീട്ടിൽ ഇരുത്താണ്ടിരിക്കുക, എവിടോട്ടെങ്കിലും കൊണ്ടുപോവുക. അവനും ടി വി ആയിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഇതാണ് കൊച്ചുവിൻ്റെ അമ്മയുടെ ലക്ഷ്യം. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇവിടെ ഡോളാർട്രിയിലോട്ട് പോവാണ്. കൊച്ചുവിൻ്റെ സാധനം മേടിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു നമുക്ക് നടന്ന് പോവാം. അപ്പം അത്ര സമയം പോയി കിട്ടുമല്ലോ. 1 ഇയറോ? പിന്നെ 15 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ. ഓക്കെ, എനിവേ അപ്പോൾ നമ്മൾ ഡോളാർട്രിയിലോട്ട് പോവാണ്. കൊച്ചിന് ഒരു ടോയ് മേടിക്കാൻ പോവാണ്. യെസ്, എത്ര നാളായി നമ്മൾ കണ്ടിട്ട്, ഒരു വ്ളോഗൊക്കെ എടുത്തിട്ട്. അങ്ങനെ ഞാനൊരു വ്ളോഗും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചു എന്താ പറയാനുണ്ടോ? No, nothing from Kuchu. That's all. Let's start a vlog here. This is lavender Kuchu because I get the smell. ലാവൻഡർ സ്മെല്ല് കിട്ടും. ഇതാണ് ലാവൻഡർ. ഇതുവഴി നടന്നപ്പോഴേ എനിക്ക് സ്മെല്ല് കിട്ടി. പണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ലാവൻഡറിൻ്റെ ഒരു ചെടിയെ കൊണ്ട് വെച്ചായിരുന്നു. പക്ഷെ അത് പച്ച പിടിച്ചില്ല. അത് ഇടയ്ക്ക് വെച്ച് പോയി. What happened? It didn't grow up, right? You remember we bought lavender from Produce. Yeah, car. ഒരു ഭയങ്കര ഒരു ക്രേസി കാർ കണ്ടോ നിങ്ങൾ? നമ്മൾ ആടി എവിടെ എത്തിയിട്ടില്ല. കാണിക്ക്. സമയം പോകുന്നുണ്ട്, വിരോധമൊന്നുമില്ല. ഇത് കുച്ചുവിൻ്റെ കുടയാണ്. കുച്ചുവിന് ഈ കുട പിടിക്കാൻ താല്പര്യമില്ല. എൻ്റെ കുട വിപിൻ്റെ കാറിൽ വെച്ച് റെയിനിങ്. യെസ്, ഇവിടെ ഉള്ളവർ മഴ പെയ്യുമ്പോഴേ കുട യൂസ് ചെയ്യാറുള്ളൂ. നമ്മുടെ പോലെ ഇങ്ങനെ വെയിലത്ത് കുട യൂസ് ചെയ്യുന്ന ഒരു ശീലം അവർക്കില്ല. കഴിഞ്ഞ ദിവസം ഞാൻ കുട പിടിച്ച് നടന്നു പോകുമ്പോഴേ ഒരു ഇവിടുത്തെ ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഇന്ന് മഴ പെയ്യത്തില്ലല്ലോ, പിന്നെ എന്താ കുട പിടിച്ച് പോകുന്നത്? പക്ഷെ നമുക്കിങ്ങനെ വെയിൽ പ്രശ്നമാണ്. ഇവിടെ ഉള്ളവർക്ക് വെയിൽ പ്രശ്നമല്ല. അവർക്ക് കറത്താൽ മതി, എനിക്ക് കറക്കണ്ട. സോ ഐ വിൽ ഹോൾഡ് എ അംബ്രല്ല. അതുകാരണം ഞാനിങ്ങനെ കുട പിടിച്ചുകൊണ്ട് പോകും. നമ്മളപ്പം ഡോളാർട്രിയിലെത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ പരിസരത്തൊക്കെ കുറേ കടകളുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ മധുരം കഴിക്കാനാണ് ഭയങ്കര ഒരു ആഗ്രഹം. തൊട്ടപ്പുറത്തൊരു ഇറ്റാലിയൻ ഒരു കഫേ ഉണ്ട്. അവിടെ പോയി എന്തെങ്കിലും ഒരു പേസ്ട്രി കഴിച്ചാലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ എന്നെ തന്നെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എൻ്റെ കൺട്രോൾ തെറ്റി അവിടെ പോവാൻ. എടുക്കെന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഇവിടെ ഉണ്ടോ നോക്ക്. നീ ഉദ്ദേശിച്ച സാധനം ഉണ്ടോ? ആരും ദുബായിലൊന്നും പോകുന്നില്ല, ഇന്ന് നാട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, കണ്ടുപിടിച്ചില്ലേ കുച്ചുപ്പി? ഒന്നും പറയാനല്ലേ എനിക്ക്, ഇതോടെ നിർത്തിക്കേ. ഹലോ ഗൈസ്, ഞാൻ 2 ആൾക്കാരെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഹലോ ഹലോ ഹലോ, ഞങ്ങളങ്ങനെ തിരിച്ചെത്തി. ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോകാണ്ട് ആ പ്രലോഭനത്തിൽ നിന്ന് ഞാൻ എന്നെ തന്നെ രക്ഷിച്ചു. ഞാൻ വീട്ടിലുണ്ടാക്കി വെച്ചിരിക്കുന്ന ചുമന്ന മീൻകറിയും മോര് കാച്ചിയതൊക്കെ ആലോചിച്ചപ്പോഴത്തേക്കും എനിക്ക് പിന്നെ ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ പോകണമെന്ന് തോന്നിയില്ല. അപ്പം ഞങ്ങളിനി ചോറിനാൻ പോവാണ്. സൂപ്പർ മീൻകറി ഉണ്ട് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത്. ഈ മീൻകറിയൊക്കെ ഒത്തിരി ഉള്ളപ്പോഴുള്ള സൂപ്പർ മീൻകറിയൊക്കെ ഉള്ളപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ചോറും ചുമന്ന മീൻകറിയും മോര് കാച്ചിയതും ക്യാബേജ് തോരനും. അതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. ഇതിൻ്റെ ഭയങ്കര ഫേവറേറ്റ് കോമ്പിനേഷൻ കേട്ടോ. ചുമന്ന മീൻകറിയും മോര് കാച്ചിയതും കൂട്ടിയുള്ള കോമ്പിനേഷൻ ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള മലയാളികളൊന്നും ഈ ലോകത്ത് കാണത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആയിരിക്കും കറക്റ്റ് ആയിരിക്കും. അപ്പം ഞാൻ കഴിക്കാം. ഇന്നലെ ഇന്ത്യൻ കടയിൽ നിന്ന് നല്ല ചക്ക മേടിച്ചിട്ട് വന്നു. ചെറിയൊരു പീസ് ഓഫ് ചക്ക, പക്ഷെ നല്ല ചക്കയാണ്. ഒത്തിരി നാൾ കൂടി ഞാൻ ചക്ക കഴിക്കുന്നത്. എത്ര നാളായി കാണും? കുറേ നാളായി, എനിക്ക് ഓർമ്മയില്ല എപ്പോഴാന്ന്. ഇന്ത്യൻ കടയിൽ നിന്ന് ചക്ക മേടിച്ചിട്ട് ഞാനും കൊച്ചും കൂടെ നീമി എടുക്കാനായിട്ട് ജയമാട്ടെന്ന് പറഞ്ഞ ചൈന കടയുണ്ട്, അവിടെ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ചക്ക ഇന്ത്യ കടേനേക്കാളും അത്യാവശ്യം വിലക്കുറവായിരുന്നു കേട്ടോ. പിന്നെ ഇവിടുന്ന് മേടിച്ച കാരണം പിന്നെ
ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഈ ചക്ക ഞാൻ മാത്രമേ കഴിക്കത്തുള്ളൂ. കുച്ചുവിനും ബിബിനും വലിയ താല്പര്യമില്ല. ശരിക്കും നല്ല താല്പര്യമുണ്ട്. പീസും കൂടെ ഉള്ളൂ. ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാനും മാത്രമുള്ള ചക്കയൊന്നും ഇല്ല. എനിക്കാണെങ്കിൽ കുമ്പടപ്പം കഴിക്കാൻ കൊതിയായിട്ട് വയ്യായിരുന്നു. പക്ഷെ അതൊന്നും നടക്കത്തില്ല. ഇന്ത്യൻ കടയിൽ പോയാൽ നമുക്ക് ഫ്രോസൺ കുമ്പളപ്പം കിട്ടും കേട്ടോ. അടുത്താണോ അത് മേടിക്കാം. പക്ഷെ എൻ്റെ വയറിന് ഇതൊക്കെ പ്രശ്നമാണ്. കുച്ചു അവിടെ ചക്ക കഴിച്ചോ? ഹലോ ഗൈസ്, ഞാൻ വീണ്ടും നടക്കാൻ പോവാണ്. എനിക്കൊരു ഇച്ചിരി ഒരു മെൻ്റൽ പ്രശ്നം പോലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചൊരു എക്സ്ട്രാ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. എനിക്കത് നടക്കണം. നടന്നില്ലെങ്കിൽ എനിക്ക് എന്തോ ഒരു ഇതുപോലാണ്. കാരണം നമ്മൾ ഈ കുറേ നാളിങ്ങനെ ഭയങ്കര ഇങ്ങനെ മൈൻഡ്ഫുള്ളായിട്ട് ഡയറ്റൊക്കെ ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം എക്സ്ട്രാ ഫുഡ് കഴിച്ച് കഴിയുമ്പം നമുക്കിങ്ങനെ തോന്നും, അയ്യോ ഞാൻ എന്തോരം കഴിച്ചു. പണ്ടൊക്കെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നല്ലോ. പണ്ടൊക്കെ എന്തോരം ഫുഡൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പം അങ്ങനെയൊന്നും പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റും? ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ചുമന്ന മീൻകറിയും പുളിശ്ശേരിയും ആ ഒരു കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ രാവിലെ കൊതി വന്നിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അത് കഴിച്ചു. ഈ പൂച്ചയ്ക്ക് വന്നിട്ട് പിന്നെ അത് കഴിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചക്ക കഴിച്ചു. ഇതെല്ലാം കൂടെ ആലോചിച്ചപ്പം എനിക്കൊരു സമാധാനമില്ല. അത് കാരണം ഞാൻ വീണ്ടും നടക്കുവാണ്. മോശം ചീത്ത കാര്യമൊന്നുമില്ല, നടക്കുന്നത് നല്ല കാര്യമല്ലേ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല, ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് ഒത്തിരി നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, പണ്ട് തൊട്ടേ ഉള്ള നമ്മുടെ ആൾക്കാർ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ പണ്ടത്തെ വീടുകളിലൊക്കെ ഇങ്ങനെ വലിയ തിണ്ണയൊക്കെ കാണുമല്ലോ, തിണ്ണയെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കത്തില്ലേ. ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഇപ്പം നട്ടുച്ചയാണെങ്കിലും ഞാനിങ്ങനെ നടക്കുവാണ്. സൺസ്ക്രീനൊക്കെ തേച്ചിട്ടുണ്ട്, കാരണം കരിഞ്ഞു പോകത്തില്ലായിരിക്കും. ഞാൻ മാത്രമേ ഉള്ളൂ. കുച്ചുവിനെ വിളിച്ചിട്ട് അവൻ വന്നില്ല. ഞാൻ ഓർത്താൻ വരണ്ട, ഭയങ്കര വെയിലല്ലേ. അവന് എൻ്റെ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. സോ ഞാൻ തന്നെ നടക്കുവാണ്. Ambulance and the ambulance. No ambulance. 2. What? You won? Yeah. It was a tie. I let you to one. So I still won. ഭയങ്കര വെയിലാ, നമ്മൾ അകത്ത് പോവോ? തുണി മടക്കാൻ കൊച്ചു. No. Please. No. Yes. No. What? Are you shooting yourself? കുച്ചു, നമ്മുടെ പോസ്റ്റ് വുമൻ വന്നിട്ടുണ്ട്. നമുക്ക് എന്താ പോസ്റ്റ് ഉണ്ടോ നോക്കിയാലോ? നമുക്കുണ്ടോ പോസ്റ്റ്? ആൻ ഓൾഡ് ലേഡി, ഷീസ് എ പോസ്റ്റ് വുമൻ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ ഇവരെ കാണുന്നതാണ്. അപ്പം നമുക്കുണ്ട് കുച്ചു പോസ്റ്റ്. ലെറ്റ്സ് ഗോ ആൻഡ് സീ. ലെറ്റ്സ് ഗോ ആൻഡ് പിക്ക് ഇറ്റ് അപ്പ്. You started ഈ ഡ്രസ് എടുത്തിട്ട് ഈ വീട്ടിൽ ആർക്കും ചെയ്യാൻ ഇഷ്ടമില്ലാത്ത പണിയാണ് തുണി മടക്കൽ. Come on everybody. ഞാനും കൊച്ചു കൂടെ ഇനി അവതരിപ്പിക്കുന്ന നാടകമാണ് തുണി മടക്കൽ. Amma, let's wake up. Let's play soccer. Amma, wake up. Let's play soccer. I don't want to play. Please. I don't Go. കൊച്ചു സൺസ്ക്രീൻ തേച്ചോ, ഭയങ്കര വെയിലാണ്. I'm good. I'm used to the hot. ഭയങ്കര വെയിലാ. ഒരു കളി കേട്ടോ. No, 2. Not more than 1 game. I am not going to. 1 game for 1 hour. പിന്നെ 1 hour. Please. ഞാൻ ഗോൾ അടിക്കും, അതോടെ ഗെയിം തീരും. 1, 2, 3 go. You didn't go. Bring it. I know, I can put it there. You have to go far distance. When I give it to you far distance. അമ്മയ്ക്ക് ചോറുണ്ടോ? ബ്രേക്ക് ആണ് ഇപ്പൊ. My water is cooling. My water is cooling off.
Mine is hot cooling. അടിപൊളി ലൈറ്റിങ്സ്. കൊതിയാവുന്നു ലൈറ്റിങ്സ് കണ്ടിട്ട്. അതും എടുത്തോണ്ട് വരല്ലേ, അതും എടുത്തോണ്ട് വരരുതെന്ന് ഞാൻ പറഞ്ഞു. And this is the last World Cup. I'm the US and you're India. What country do you want to be except India? Okay, plan. What country do you want to be except India? സെക്കൻഡ് റൗണ്ട് ഓഫ് ഫുട്ബോൾ മാച്ചും ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഞാൻ തോറ്റു തുന്നമ്പാടി അവൻ്റെ മുന്നിൽ, പക്ഷെ ആക്ച്വലി ഞാൻ ജയിച്ചു. ഓക്കെ, ഇനി ദ മെയിൻ കലാപരിപാടി ഓഫ് ദ ഡേ കുക്കിംഗ് ഡിന്നറാണ് നടക്കാൻ പോകുന്നത്. കാര്യമായിട്ടൊന്നും ഉണ്ടാക്കാനില്ല, എനിക്ക് എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഉണ്ടാക്കണം. കാരണം മോര് കാച്ചിയതും മീൻകറി ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ ഉണ്ടാക്കിയാൽ മതി. കൊച്ചു TV ഓഫ് ചെയ്യാൻ. ഡിന്നർ പ്രിപ്പറേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് കൊച്ചുവിനെ സ്വിമ്മിങ്ങിന് കൊണ്ടുപോവാണ്. 1 hour ആണ് അതിൻ്റെ സ്വിമ്മിങ്. ആ സമയത്ത് ഞാനും അവിടെ ജിമ്മിൽ കുറച്ച് നേരം ജിമ്മിലൊക്കെ ചെയ്യും. അതാണ് അടുത്ത. അപ്പോൾ നമ്മളെ ഷീറ്റ് എടുത്ത് വെച്ചില്ലല്ലോ കൊച്ചു, ഷീറ്റ് എടുത്ത് വെച്ചില്ലല്ലോ. കർമറിക് അല്ലടാ, ടർമറിക്. Turmeric powder from India. Yeah. How about salt? Salt is there everywhere. What country made it? Found it first. I don't know. നീ എല്ലാം നോക്കുന്നല്ലേ, നീ തന്നെയൊക്കെ നോക്കി കണ്ടുപിടിച്ച് എനിക്ക് പറഞ്ഞു. ഇവിടെ ചോദിച്ചു.